നമസ്കാരം. നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട്, അത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ അധികമായിട്ടിരിക്കുന്നു, പ്രമേഹ രോഗിയാണ്, പ്രമേഹ രോഗ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അലർജി, തുമ്മൽ, ആസ്മ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്, മാറാത്ത ചുമയായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ രണ്ടേ രണ്ട് ഇല കൊണ്ട് നിങ്ങൾക്ക് പരിഹാരമാർഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്, അത് ഏത് ഇലയാണ്, എങ്ങനെ ഇത് തയ്യാറാക്കുന്നു എന്നുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ സ്ഥിരമായിട്ട് പോലെ നമ്മൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അത്രയേറെ പരിചയമുള്ളതുമായിട്ടുള്ള തുളസിയിലെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഏത് രീതിയിലൊക്കെ ഉപയോഗിച്ചാലാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമാകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ സജിത ആദിജൻ. തുളസി ലഘു രൂക്ഷാച രൂക്ഷ കഫവിനാശിനി കൃമിദോഷം നിഹന്തീഷ രുചി കൃദ്വാഹി ദീപനി എന്ന് പറയുന്നത് ഒരു ശ്ലോകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നു. ഇതിൽ കഫദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ടുള്ള സ്ഫൂട്ടം അല്ലെങ്കിൽ കഫം പുറത്തു പോവാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ലൊരു എക്സ്പെക്ടറൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് രണ്ടില ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഇതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കഫത്തിനെ മുഴുവനായിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്നതാണ്. തുടർച്ചയായിട്ട് ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒരു ആൻറ്റി വൈറൽ ആയിട്ടുള്ള ഒരു ഹെർബായിട്ടാണ് ആയുർവേദം ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചുമ, ജലദോഷം മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അപ്പർ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതായത് ആസ്മ രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസമുട്ടും പ്രശ്നങ്ങളോ, സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകളോ, തലവേദന, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഇതിൻ്റെ ചാറ് പിഴിഞ്ഞ് മൂക്കിലൂടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അതൊന്നും തനിയെ ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് തിളപ്പിച്ച് കുടിക്കുന്ന വഴിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ മോണരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, വായ്നാറ്റം പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ തന്നെ ഇത് രണ്ടില അധികമായിട്ട് ഉപയോഗിക്കരുത്. 2 ഇല ദിവസവും ചവച്ചരച്ച് കഴിഞ്ഞാൽ വായിക്കൊക്കെ ആ ഒരു ദുർഗന്ധം പോവാനും അതുപോലെ മോണയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഒരു ആൻറ്റി ടോക്സിക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരു കാർഡിയക് ടോണിക്കാണ്, ഹൃദയത്തിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സ്കിൻ ഡിസീസസ് ഒക്കെ ഉള്ള ചില കേസിൽ നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ നല്ലതാണ്. ഒരു മുഖത്തായാലും ഒരു മുഖക്കുരു വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ആ ഒരു ഇൻഫെക്ഷനെ കളയാൻ 2 ഇല ഒന്ന് ചതച്ച് ആ ഭാഗങ്ങളിൽ പ്രസ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് സമയം ആ നീരൊന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ചെയ്തും കളയാം. ഇങ്ങനെ ഒരു 2 തവണ ചെയ്യുമ്പോഴേ ആ കുരു ഉള്ളിലേക്ക് വലിഞ്ഞു പോവും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു റെമഡിയാണ് തുളസിയില വെച്ചിട്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. കാരണം എപ്പോഴും ഒരു രുചിയില്ലായ്മ തോന്നാറുണ്ട് പലപ്പോഴും. അതുപോലെ നമ്മുടെ മെറ്റബോളിസത്തിനെയൊക്കെ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 4-5 ഇലയിൽ കൂടുതൽ കഴിക്കരുത്. ഇത് വെറും വയറിൽ ഇതുപോലെ ഒന്ന് ചവച്ചരച്ച് കഴിച്ചാൽ അന്നത്തെ ആ ഒരു നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം തന്നെ വളരെ എളുപ്പത്തിൽ നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ഡയബറ്റീസ് രോഗികളാണെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഒരു മാക്സിമം 4 ഇല ഒരു കപ്പ് വെള്ളത്തിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് അത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, വെറും വയറിൽ കഴിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ചായ രൂപത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും അല്പം പൊടി നന്നായിട്ട് നിഴലിൽ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അല്പം പകുതി അളവിൽ ജിഞ്ചറിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലൊരു ചായ തയ്യാറാക്കാം. പാല് ചേർത്തായാലും ഒക്കെ തന്നെ ചായ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ, അതുപോലെ വളരെ ചെറിയൊരു പീസ് കറുവപ്പട്ടയുടെ പീസ്, അതുപോലെ ചെറിയൊരു ഇഞ്ചി പീസും കൂടെ ചതച്ച് ചേർത്തിട്ട് അതിലേക്ക് ഒരു 4 തുളസിയിലയും കൂടെ ചേർത്തിട്ട് വെള്ളം ഇതുപോലെ തിളപ്പിച്ച് അത് സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ വളരെ നല്ലൊരു ടിപ്പാണിത്. യൂജിനോളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇത്തരം കൊളസ്ട്രോൾ ലെവൽ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിൽ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ രോഗികൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതും അതുപോലെ ഇതിൻ്റെ ഒരു തെർമോജനിക് ഇഫക്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് മാനേജ്മെൻറ്റിന് ധൈര്യപൂർവ്വം കൂടെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ്. ആയുർവേദത്തിലെ തുളസി അഡാപ്റ്റോജൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ തുളസിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ശരീരത്തിലെ സമ്മർദ്ദം
തരുന്ന ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്താൻ തുളസി സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഒരു 2 മുതൽ 4 വരെ തുളസി ഇലകൾ ചവയ്ക്കുന്നത് നമ്മുടെ രക്തചംക്രമണം ക്രമീകരിക്കാനും ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെയൊക്കെ തന്നെ ചെറുക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ തുളസിക്ക് ശക്തമായിട്ടുള്ളൊരു ശുദ്ധീകരണ ഗുണമുണ്ട്. ഇതിൻ്റെ ഇലകൾ കഴിക്കുകയോ അല്ലെങ്കിൽ നീര് കുടിക്കുകയോ ഫേസ് പാക്കിൽ തുളസി അരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും സുഖപ്പെടും. രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുകയും ചർമ്മത്തിന് നല്ലൊരു തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ തടയാനും സഹായിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തലയിൽ ചൊറിച്ചിൽ കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ അകറ്റാനൊക്കെ നല്ലൊരു ഗുണം കൂടെ തുളസിക്കുണ്ട്. ഒരു പിടി തുളസിയില അരച്ചത് കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണയിൽ കലർത്തിയിട്ട് കാച്ചി തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ പെയിൻ അധികമായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഉണങ്ങിയ തുളസിയില പൊടിച്ച് പല്ല് തേച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് വായ്നാറ്റം അകറ്റാൻ മാത്രമല്ല കേട്ടോ, മോണരോഗങ്ങളും അതുപോലെ മറ്റ് ദന്ത അണുബാധകളൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തുളസി പൊടി കുറച്ച് തുള്ളി കടുകെണ്ണയുമായി കലർത്തി ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. പല്ലുവേദന അകറ്റാനും തുളസി വളരെ നല്ലതാണ്. 3-4 തുളസി ഇലകൾ കഴുകിയ ശേഷം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിളക്കി പല്ലിന് മുകളിൽ ഇങ്ങനെ ഒന്ന് കടിച്ചു പിടിച്ചാൽ മതി. വേദനയിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടും ഇങ്ങനെ ചെയ്താൽ. തുളസിക്ക് വേദന ഒഴിവാക്കുന്നതിനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട്. തലവേദനയ്ക്ക് ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. ഈ സൈനസൈറ്റിസ്, അലർജി, ജലദോഷം, മൈഗ്രെയിൻ ഇവ മൂലം ഉണ്ടാവുന്ന തലവേദനയൊക്കെ ഉണ്ടല്ലോ, അതിന് 2 കപ്പ് വെള്ളത്തിൽ ഒരു പിടി തുളസിയില ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വൃത്തിയുള്ള ഒരു തുണി മുക്കി വെച്ച് അധികം വെള്ളം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വേദനയ്ക്ക് ചികിത്സിക്കാൻ ഈ തുണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇളം ചൂടിൽ വെക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അല്പം നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള തുളസി എണ്ണയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ അല്പം തുളസി എണ്ണ കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്യുന്നതും തലവേദന മാറ്റാൻ വളരെ നല്ലതാണ്. ഈ തൊണ്ടവേദനയോ ജലദോഷമോ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്തിൽ ഒരു 4-5 തുളസിയില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ഇതുപോലെയുള്ള കഫത്തെ കുറയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു അണുനാശന ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സുഖം പ്രാപിക്കാനൊക്കെ നല്ലതാണ്. പൊള്ളലേറ്റതിൻ്റെ വേദനയൊക്കെ കുറയ്ക്കാനും ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ വൃത്തിയുള്ള തുണിയോ ഉപയോഗിച്ച് തുളസി നീര് തുല്യ അളവിൽ വെളിച്ചെണ്ണയിൽ കലർത്തിയിട്ട് ഈ പൊള്ളലേറ്റ സ്ഥലത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് മാറ്റാൻ നല്ലതാണ്. പിന്നെ ചൊറിച്ചിൽ നിന്നൊരു ആശ്വാസം കിട്ടണമെങ്കിൽ തുല്യ അളവിൽ തുളസി നീരും നാരങ്ങ നീരും കലർത്തിയിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ നന്നായിട്ട് ഈ ഒരു മിശ്രിതം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ ചെയ്താൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. ഇനി ആസ്മ രോഗികൾക്ക് തുളസിയിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറെ നല്ലതാണ്. അതുപോലെ അലർജി ഉണ്ടെങ്കിലും ഇതിൽ ആൻറ്റി ഹിസ്റ്റമിൻ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അലർജി മാറ്റാൻ സഹായിക്കും. ഇനി തുളസിയിൽ അടങ്ങിയിട്ടുള്ള യൂജിനോൾ എന്നുള്ളൊരു സംയുക്തം ഉണ്ടല്ലോ, അത് ശരീരത്തിലുണ്ടാവുന്ന സന്ധിവേദന, നീർക്കെട്ടൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഈ വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് തുളസി. തുളസി എണ്ണ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു ടോണറാണ്. മുഖക്കുരുവും പ്രശ്നങ്ങളൊക്കെ ചർമ്മത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ തുളസി ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ചേർത്ത് അല്പം എണ്ണ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ എണ്ണ ഒരു മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് മസാജൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് തുളസി. നമുക്ക് തുളസിയെ കുറിച്ചിട്ട് ഇതിലേറെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. ഒരുപാട് ഗുണങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി റിസൾട്ട് കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം കേട്ടോ. ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാകുന്ന രീതിയിൽ. തുളസിയിൽ അത്ര നിസാരക്കാരനൊന്നും അല്ല, നിങ്ങളത് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ പലവിധ ഉപയോഗങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൗന്ദര്യ പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചെറിയൊരു അസുഖത്തിന് പോലും പലപ്പോഴും മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം ഒരുപാടേറെ ഔഷധ മൂല്യമുള്ള ഔഷധ സസ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മാക്സിമം ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.